ഈ ഡിസൈനിങ്ങിൽ ഏത് ബിഗിനർക്കും വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് ഈ സോഷ്യൽ മീഡിയ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഗ്രാഫിക്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ പെട്ടെന്ന് പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ കഴിയും. നമ്മുടെ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, അതുപോലെ തന്നെ വാട്സപ്പ്, ലിങ്ക്ഡിന് തുടങ്ങിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ് ഈ സോഷ്യൽ മീഡിയ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഇതിൽ പോസ്റ്റേഴ്സ്, ബാനേഴ്സ്, സ്റ്റോറീസ്, കരോസിൽ, റീൽസിൻ്റെ ഒക്കെ തമ്പിനെയിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ ഗ്രാഫിക്സിൽ വരുന്നതാണ്. ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബോൾഡ് ആയിട്ടുള്ള ടൈറ്റിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ കുറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് മാക്സിമം മീനിങ് കൊടുക്കുന്ന ടെക്സ്റ്റുകൾ ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ അത് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ചുള്ള സൈസിൽ തന്നെ അത് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ബ്രാൻഡ് കളറും അതുപോലെ തന്നെ ഒരു ബ്രാൻഡ് ഫോണ്ടും ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൽ ഉപയോഗിക്കുക. ഇനി നമ്മൾ അതിൻ്റെ ഡിസൈനിൻ്റെ സ്ട്രക്ചറിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ടൈറ്റിലിന് അതിൻ്റെ ടോപ്പ് ഏരിയയിൽ തന്നെ കൊടുക്കുക. പിന്നെ അതിൻ്റെ മിഡിൽ ഏരിയയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഇമേജുകൾ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താം. ബോട്ടം ഏരിയയിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു CTA അല്ലെങ്കിൽ നിങ്ങളുടെ ലോഗോ അല്ലെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് ബോട്ടം ഏരിയയിൽ പ്ലേസ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു Z ലേഔട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രിഡ് ലേഔട്ടോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ ഗ്രാഫിക്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അടുത്ത പ്രാവശ്യം നിങ്ങൾ സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ട് ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് അതിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് പ്രൊഫഷണലായിട്ട് പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുന്നത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നാണെങ്കിൽ താഴെ ഡിസൈൻ എന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം.